ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് കിടിലൻ ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റി നമുക്ക് പരത്തിയെടുക്കണം. ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിലൊന്നും നമുക്ക് പരത്തിയെടുക്കണ്ട. ഏകദേശം ഒരു പൂരിയുടെ ഒരു സൈസ് മതിയാവും. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ ഈ ഒരു സൈസിനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു മിക്സ് നമുക്ക് പരത്തി വെച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് അറ്റം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അച്ചുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ അച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം ഞാൻ ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് പതുക്കെ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് 2 വശവും ഈ ഒരു കളർ ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇതിപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 സാധനങ്ങൾ മാത്രം മതി. ഗോതമ്പ് പൊടി, പഞ്ചസാര, തേങ്ങ. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.